ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ വണ്ടികളുടെ വീഡിയോസ് ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ RX നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് സെയിൽ ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ വണ്ടി നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ ഉള്ളത് സെന്നും അതേപോലെ തന്നെ ഡ്യൂക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു സെന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു വീടിൻ്റെ വർക്ക് ഫിനിഷ് ആകുന്ന സമയത്ത് ഒരു സെന്ന് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ട് ആ വണ്ടി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ ഇല്ല. മെക്കാനിക്കലിൻ്റെ കാര്യങ്ങളായിട്ട് വർക്ക്ഷോപ്പിലാണ്. എൻജിനൊക്കെ ഇറക്കിയിട്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയില്ലേ, ഇത് നമ്മൾ ആദ്യം എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യാനായിട്ട് പോവേണ്ട കേട്ടോ. മറ്റേ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അതെടുത്തതുകൊണ്ട് നമ്മൾ ഈ വണ്ടി ഒന്ന് സെയിലാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ സെയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു വണ്ടി കുറേയൊക്കെ വൃത്തിയാക്കിയിട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം ഈ ഒരു വണ്ടിയുടെ പ്ലാറ്റ്ഫോം നമ്മൾ ഇതിനകത്ത് നിന്ന് മാറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോഴത്തേക്കാണ് ചെറിയ ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കണ്ടതും. അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടേക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പ്ലാറ്റ്ഫോം വൃത്തിയാക്കുക, അതേപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് പെയിൻ്റ് അടിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടി ഞാനിങ്ങനെ ഇളക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടാണ്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ 2 ദിവസം പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം മഴയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനിടയ്ക്ക് പെയിൻ്റ് അടി നടക്കുമെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഷെഡിലങ്ങനെ കയറ്റിയിട്ടിട്ട് അകം ഫ്ലോർ മാത്രമാണ് പെയിൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്ലോർ ക്ലീൻ ചെയ്ത് എടുക്കണം, അതേപോലെ തന്നെ പെയിൻ്റ് അടിക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ആക്സിലേറ്ററിൻ്റെ സൈഡിലായിട്ട് ഒരു ലീക്ക് കാണുന്നുണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ. അതെന്താണെന്നുള്ള കാര്യം അറിയാൻ വയ്യ. അതിന് വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ വണ്ടിയിൽ ഡാഷൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വണ്ടിയുടെ അകത്ത് പോയിട്ട് വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ കണ്ടീഷൻ. ഒരുവിധം ഡാഷിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇളക്കിയിട്ടേക്കും. അതേപോലെ തന്നെ ബാക്ക് സൈഡൊക്കെ കണ്ട മൊത്തത്തിൽ സ്ട്രിപ്പ് ചെയ്ത് ഇളക്കിയിട്ട് ഇനിയിപ്പം ഇതിന് ഡോർ പാഡ് ഇളക്കാറുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ ഒരു പാച്ചൊക്കെ ഉണ്ടായിരുന്നു, ആ പാച്ചൊക്കെ ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ലീക്ക് കാണുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്ന് അറിയാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു സൈഡിലെ ഈ ഒരു വയർ പോയിരിക്കുന്നു, അവിടെ ഒരു ബൂട്ട് വരുന്നുണ്ട്. ആ ഒരു ബൂട്ട് ഇതിനകത്ത് ഇല്ല. ആ ബൂട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അതിനിപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇളക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി എടുത്ത സമയത്ത് ഒരു AC ഒരു സൈഡിൽ നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം ലീക്ക് ഉണ്ടായില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓരോരുത്തർ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്കും അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. ഞാൻ പിന്നെ അത് ഈ ഒരു ഡാഷ് ഇളക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും വണ്ടി നീറ്റാക്കി കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഇപ്പോൾ ഇളക്കി തുടങ്ങിയത് കേട്ടോ. ഇനിയിപ്പം ഡാഷ്ബോർഡ് ഇളക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡപ്പായിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. ഓരോ സാധനങ്ങൾ ഇതിനകത്ത് നിന്ന് ഇളക്കിയെടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സമയമെടുക്കും. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ഭയങ്കര ലെങ്തായി പോകുന്നതുകൊണ്ട് മാക്സിമം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിനകത്ത് കാണിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ലീക്ക് കണ്ടില്ലേ, ഈ ഒരു ലീക്കിൽ നിന്ന് വെള്ളം വരുന്നത് മൊത്തം ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിവിടെ മാറ്റ് ഒട്ടിച്ചാലും ഈ മാറ്റിനകത്ത് വെള്ളം കിടന്നത് നമ്മൾ അറിയത്തില്ല. അപ്പോൾ വീണ്ടും ഇവിടെ തുരുമ്പ് കയറിക്കൊണ്ടിരിക്കും. സോ അതൊന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫുള്ള് സ്ട്രിപ്പ് ചെയ്യുന്നത് കേട്ടോ. വെറുതെ ഒരു ലീക്ക് വെച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അതിനെക്കാട്ടി വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് ഇളക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ വണ്ടി ഇളക്കി തുടങ്ങിയത് നല്ല സമയത്താണ് കേട്ടോ. ഇളക്കി 2ാമത്തെ ദിവസം തൊട്ട് മഴ തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ വെയിലൊന്നും വരുമെന്ന് തോന്നല്ല. മാക്സിമം വണ്ടി നല്ലോണം വൃത്തിയാക്കിയിട്ട് എവിടെയെങ്കിലും ടാർപ്പെങ്ങനെ വലിച്ച് കെട്ടിയിട്ട് അതിൻ്റെ അടിയിലിട്ട് ഇതിൻ്റെ ഫ്ലോർ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് അഴിക്കാനുള്ളത് ഈ ഒരു പാർട്സ്, അതേപോലെ ഇത് ഇനി മീറ്റർ ഇളക്കണം. ഇതെല്ലാം ഇളക്കിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഡാഷ്ബോർഡ് ഇളക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ ഡാഷ്ബോർഡ് ഇളക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടാണ്, എലിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഇവിടെയാണ് പാച്ച് വർക്ക് ചെയ്തേക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിപ്പുണ്ട് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊരു വയർ പ്രശ്നം ഉണ്ടെങ്കിൽ തുരുമ്പ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കൂടെ സാൻഡ് പേപ്പറും കൂടെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ടാകും കേട്ടോ. ജോലി ഉള്ളതുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് വന്നിട്ടായിരിക്കും നമ്മൾ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഫുൾ വർക്ക് നമുക്ക് ഇടാൻ പറ്റാത്തത്. നൈറ്റ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമൊക്കെ നമുക്ക് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വണ്ടിയുടെ വർക്കുകൾ ചെയ്യുന്നത് കേട്ടോ. ഇന്നിപ്പോഴത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഒരു റൗണ്ട് പ്രൈമർ റീഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രൈമർ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 250 രൂപയ്ക്ക് താഴെ മാത്രമേ ഉള്ളൂ. പിന്നെ റൗണ്ട് തരുമോ? കൊണ്ടുതാ ജനിച്ചു വാ.
അപ്പോൾ നമ്മൾ പ്രൈമർ അടിച്ച് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ഇവിടെയൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി പെയിൻ്റ് അടിക്കൊക്കെ ആണ്. ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെയൊന്നും പ്രൈമർ അടിച്ചിട്ടില്ല കേട്ടോ. ബാക്കി ഒരുവിധം ഈ ചെറിയ തുരുമ്പൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം പ്രൈമർ അടിച്ചിട്ടില്ല. ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ്. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പെയിൻറ്റ്, അലുമിനിയം പെയിൻ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 270 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇൻസൈഡ് 2 കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ മതിയാവും. വണ്ടിക്കകത്ത് 1 കോട്ട് അടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഫ്ലോർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാഴ്ച കൂടുതലായി വണ്ടി ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് ഇപ്പോഴാണ് ക്ലിയർ ചെയ്ത് കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഒരുവിധം പറ്റുന്ന രീതിക്കെല്ലാം വണ്ടി നല്ല വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അകം സൈഡ്, ഈ സൈഡൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ ഒന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് പെയിൻറ്റ് ചെയ്തില്ല. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യണം കേട്ടോ. അതാണ് ഇനി ഇതിനകത്ത് സമയം എടുക്കുന്നത്. ഡോർ പാഡും കാര്യങ്ങളെല്ലാം ഇളക്കി വെച്ചേക്കണം. അവിടെയൊക്കെ പൊടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി വീണ്ടും റീസെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്നിപ്പം ഡാഷ്ബോർഡ് നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെയുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്യണം. അതെല്ലാം ഇനിയിപ്പം നാളത്തേക്ക് വയ്ക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് നാളത്തേക്ക് വയ്ക്കുകയാണ്. വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലോർ മാറ്റും അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.